ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ വീഡിയോസ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ലെങ്തി ആണ്. നമ്മളുടെ കുറേയും പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലെങ്തി വീഡിയോ എന്താ ചെയ്യാത്തതെന്ന്. അങ്ങനെ ഇന്ന് ഒരു ലെങ്തി വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വരില്ല, കാരണം ഇറ്റ് ഈസ് സംതിങ് റിലേറ്റഡ് ടു ഹിസ്റ്ററി ഓഫ് വിയറ്റ്നാം. അപ്പോൾ അതിനകത്ത് ഇൻട്രസ്റ്റ് ഉള്ളവർക്കായിരിക്കും ചിലപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടത്തുള്ളൂ. എന്തായാലും ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ കമൻസ് ഒക്കെ അറിയിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങളുടെ ടൂർ ഗൈഡിനായിട്ട് വെയിറ്റ് ചെയ്തു. നമ്മൾ മോർണിംഗ് തന്നെ എല്ലാ ദിവസത്തെയും ടൂർ ആരംഭിക്കുന്നുണ്ടായിരുന്നു. ഇന്നത്തെ ടൂർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാനോയ് സിറ്റി ടൂറാണ്. അപ്പോൾ അവിടെ കുറേ കാഴ്ചകളുണ്ട് കാണാനായിട്ട്. അപ്പോൾ എൻ്റെ പേര് അവർ വിളിച്ചത് ഇത്തിരി ഡിഫറെൻ്റ് ആയിട്ടായിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മളുടെ ടൂർ ഗൈഡ് എന്താ വിളിച്ചത് നമുക്ക് നോക്കാം. നമ്മുടെ ഇന്നത്തെ ഗൈഡ് ഭയങ്കര എനർജറ്റിക് ആയിരുന്നു ആൻഡ് ഹി എക്സ്പ്ലെയിൻഡ് എവറിത്തിങ് വെരി വെൽ. അപ്പോൾ ഇന്നത്തെ വണ്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വെഹിക്കിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടിട്ട് ഒരു പ്രീമിയം ലുക്ക് ഉണ്ടായിരുന്നു ആൻഡ് അതിൻ്റെ ഉള്ളിൽ നല്ല ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെയൊക്കെ വണ്ടികളിലൊക്കെ തന്നെ വൈഫൈ ഫെസിലിറ്റീസ് ഉണ്ട്. അവരവിടെ വൈഫൈ പാസ്വേഡൊന്നും നമുക്ക് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവരവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്രയും ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കൺട്രി ആണല്ലോ വിയറ്റ്നാം. അപ്പോൾ അവരുടെ വൈഫൈ ഫെസിലിറ്റീസ് അതുപോലത്തെ ആ നെറ്റ്വർക്ക്സ് ഒക്കെ വളരെയധികം ആക്റ്റീവ് ആൻഡ് സ്ട്രോങ് ആയിട്ടുള്ള നെറ്റ്വർക്ക്സ് ആയിരുന്നു. അപ്പോൾ ഇനി നമുക്ക് നമ്മളുടെ ടൂർ ഗൈഡ് ഇന്നത്തെ കാര്യങ്ങളെ പറ്റിയൊക്കെ വിശദീകരിക്കുന്നുണ്ട്, നമുക്കതൊന്ന് കേട്ട് നോക്കാം. Because I'm the local people in here. And sir, we are going on the city tour, right? And the first location today we go, that's one is a Ho Chi Minh Mausoleum inside our itinerary. Yeah, the Ho Chi Minh Mausoleum, for everybody to know about the basic information first. In the year 1973, we start to build the mausoleum, and it took us 2 years, means 1975, we finished the mausoleum. Yeah, and inside the mausoleum, today we paid a visit. You can see inside the corpse, the bodies of our great president, Uncle Ho Chi Minh. For everybody who didn't know about Uncle Ho Chi Minh, Uncle Ho Chi Minh was our fathers, like our fathers. The person set us to go independence between the Vietnam and the French colonies time. Yep, in the year 1945. And right now, if you want to see Ho Chi Minh, you can see him on the money. Yep, did you have money? Ladies and gentlemen, yep. Especially got 500,000 Vietnam dollars. The biggest one we got. Please, you can show me. Yep, can you show me the biggest money we got? 500,000 Vietnam dollars. Can you show me? Did you have? Oh yeah. This one over here. You got it. Yep. This one over here, ladies and gentlemen, on my hand is 500,000 Vietnam dollars over here. Yep. You can see the first side we got Uncle Ho Chi Minh, our great president. In the year 1945, we got the World War II, right, everyone? Yes. And the Japanese Nazi stay in here. But in the year 1945, they got the atomic bombs dropped to the Japan, and the Japan economics went very low, and the local people in here and the military also quite very low. So we got the last revolution in the year 1945. 10 October 1945, we got the independence. But അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് സ്പോട്ടിലെത്തി. നമ്മളുടെ ടൂർ ഗൈഡ് പറഞ്ഞിരുന്നു കുറച്ചധികം വ്യത്യാസം ഉണ്ടായിരുന്നു. നമ്മൾ തിരക്കൊക്കെ നോക്കിയിട്ട് ഓരോ ലൊക്കേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫസ്റ്റ് നമ്മൾ എത്തിയതാണ് ട്രാങ്കോക്ക് പഗോഡ. ട്രാങ്കോക്ക് പഗോഡ എന്ന് പറയുമ്പോൾ ഏകദേശം 1500ഓളം വർഷം മുമ്പേ പഴക്കമുള്ളതാണ്. അവിടെ ഒരു ബുദ്ധിസമൊക്കെ സ്പ്രെഡ് ചെയ്യാനുള്ള രീതിയിൽ ആ സമയത്ത് ആ ഡൈനാസ്റ്റിക്കാർ നിർമ്മിച്ചിട്ടുള്ളതാണ് ഈ ട്രാങ്കോക്ക് പഗോഡ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഇന്നായിരുന്നു ആക്ച്വലി നമ്മൾ ഫസ്റ്റായിട്ടും ലാസ്റ്റായിട്ടും മലയാളീനെ ഒരു കപ്പിൾസിനെ കണ്ടിട്ടുണ്ടായിരുന്നത്. ആക്ച്വലി ഇവിടെ ഒരു വെസ്റ്റ് ലേക്കിൻ്റെ സൈഡിലാണ് ഈ ഒരു ട്രാങ്കോക്ക് പഗോഡ വരുന്നത്. ഈ ട്രാങ്കോക്ക് പഗോഡയെ പറ്റി പറയുമ്പോൾ നമുക്ക് ഇന്ത്യയുമായിട്ട് കുറച്ച് റിലേഷൻസ് ഉണ്ട്, അത് നമുക്ക് വഴിയെ പറഞ്ഞുതരാം എന്താണെന്നുള്ളത്. ആൻഡ് ഇവിടെ എന്ന് പറയുമ്പോൾ കുറേയധികം ബുദ്ധ സ്റ്റാച്യൂസ് ആ ഒരു ഗോപുരത്തിലുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ താമര ഉണ്ടായിരുന്നു. ഈ താമര എന്ന് പറയുമ്പോൾ കുറേയധികം കൊത്തുപണികളൊക്കെ ചെയ്തിരിക്കുന്ന സ്ഥലങ്ങളാണ് ഇതിൻ്റെ ഉള്ളിലൊക്കെ. ഇവിടുത്തെ ആ ഒരു കൺസ്ട്രക്ഷൻസ്, ആ ഒരു ആർക്കിടെക്ചറൽ ഫീച്ചേഴ്സൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ കാണാൻ പറ്റും. കുറേയധികം കൊത്തുപണികളുണ്ട്, താമര, ഇതൊക്കെ എന്തോ സിംബോളിക് ആയിട്ടുള്ള റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. Behind you, you can see we got the altar for the great in here. Our religion, you see the ഇവിടുത്തെ കുറച്ച് ഓഫറിങ്സിൽ ദർ വാസ് സം ഡിഫറൻസ് കമ്പയർഡ് ടു അതർ പഗോഡാസ്. അങ്ങനെ എന്തായാലും ഈ പഗോഡ നമ്മൾ കണ്ടതിന് ശേഷം ഇതിൻ്റെ ബാക്ക് സൈഡ് ഉണ്ട്, ആ ബാക്ക് സൈഡിലേക്ക് നമ്മൾ പോയി. ഇവിടെ പോകുമ്പോഴാണ് നമ്മൾ ഇന്ത്യ ആയിട്ടുള്ള റിലേഷൻ ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്.
അങ്ങനെ ഈ ടെമ്പിളിൻ്റെ ഈ പഗോഡയുടെ ബുദ്ധ ടെമ്പിളിൻ്റെ ബാക്കിൽ ചെല്ലുമ്പോഴാണ് ഈ ട്രീ ആണ് നമ്മുടെ ഇന്ത്യ ആയിട്ടുള്ള റിലേഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത്. ഈ ട്രീ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ബനിയൻ ട്രീ ആണ്, അല്ലെങ്കിൽ നമുക്ക് ബോധി ട്രീ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ബുദ്ധന് എൻലൈറ്റൻമെൻറ്റ് കിട്ടിയ ബോധഗതയിലുള്ള അവിടുത്തെ ട്രീയുടെ ഒരു കട്ടിംഗ് ആണ് ആക്ച്വലി ഈ ട്രീ. ഇതെങ്ങനെ ഇവിടെ എത്തിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1959 നമ്മളുടെ പ്രസിഡൻ്റ് ആയിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഹോച്ചിമിന് ഗിഫ്റ്റായിട്ട് കൊടുത്തതാണ്. അവിടുത്തെ ഗ്രേറ്റ് പ്രസിഡൻറ്റ് ഹോച്ചിമിന് അന്ന് വിയറ്റ്നാം സന്ദർശിച്ചപ്പോൾ കൊടുത്തിട്ടുണ്ടായിരുന്ന ഗിഫ്റ്റാണ്. അതിൻ്റെ ഒരു സെലിബ്രേഷൻ 2022 60 ഇയേഴ്സ് അതിൻ്റെ അവിടെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടുത്തെ സെക്കൻഡ് സ്പോട്ടിലേക്ക് പോവുകയാണ്. ഈ ഒരു സ്പോട്ട് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും ഇതൊരു പ്രൊട്ടക്റ്റഡ് ഏരിയ ആണെന്ന്. ഈ പ്ലേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഗ്രേറ്റ് പ്രസിഡൻറ്റ് ഹോച്ചിമിൻ്റെ മൊസോളിയാണ്. ഈ മൊസോളിയം ആക്ച്വലി അവർ ബിൽഡ് ചെയ്തത് മോസ്കോയിലെ ലെനിൻ്റെ മൊസോളിയത്തിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ്. ഇവിടുത്തെ കുറേ ആർക്കിടെക്ചറൽ ഫീച്ചേഴ്സ് ഈ ഒരു മൊസോളിയത്തിനുണ്ട്. ഇവിടെ കുറച്ച് പ്രൊട്ടക്റ്റഡ് ഏരിയ ആണെന്ന് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ വീഡിയോസ് എടുക്കാനൊക്കെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഇത് അത്രയും വാസ്റ്റ് ആയിട്ടുള്ള ഏരിയയിൽ അവരുടെ പ്രൊട്ടക്ഷൻ, അതുപോലത്തെ കോപ്സ്, അതുപോലെ തന്നെ അവിടുത്തെ ഗാർഡ്സ്, അങ്ങനെയുള്ള കുറേയധികം ആളുകൾ അവിടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരു ഭയങ്കര ഹൈലി പ്രൊട്ടക്റ്റഡ് ഏരിയയാണ് അവിടുത്തെ. അപ്പോൾ നമുക്ക് അതിനെ കാഴ്ചകൾ എന്തായാലും കാണാൻ പറ്റത്തില്ല. Because in Hanoi, we got a lot of Indian restaurants and the Indian chef in that area, they're from India and they just can speak Hindi. That's very nice. Inside the old one. ഈ ഒരു ഏരിയ ഹൈലി പ്രൊട്ടക്റ്റഡ് ആണെന്ന് പറയാൻ കാരണം അവരുടെ പ്രസിഡന്റ് ഹോച്ചിമിൻ്റെ എംപയർ ബോഡി അവിടെ ഉള്ളതെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവരവിടെ പ്രിസർവ് ചെയ്തിരിക്കുന്നു. അവിടെ പ്രൊട്ടക്ഷൻ, അവരുടെ എല്ലാ തരത്തിലുള്ള ഗോഡ്സ് അവർ ഹൈലി പ്രൊട്ടക്റ്റ് ആക്കി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. പിന്നെ അതിന് ശേഷം അതിൻ്റെ ബാക്കിലേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് അതിൻ്റെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. അവിടെയാണ് അവർ താമസിച്ചിരുന്ന വീടൊക്കെ കാണാൻ പറ്റുന്നത്. അതായത് ഹോച്ചിമിൻ ഉപയോഗിച്ചിരുന്ന കാറുകൾ, അതുപോലെ തന്നെ അവർ ഉപയോഗിച്ചിരുന്ന എല്ലാവിധ സാധനങ്ങളും അവരവിടെ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ഹോച്ചിമിൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന കാറുകളുടെ സ്ഥലത്തായിരുന്നു കുറച്ചധികം തിരക്കുണ്ടായിരുന്നത്. ആക്ച്വലി അവിടുത്തെ സോവിയറ്റ് യൂണിയനൊക്കെ ഗിഫ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്ന കാറുകൾ വരെ ഉണ്ടായിരുന്നു തോന്നുന്നു. ആക്ച്വലി അവിടെ 3 കാറുകളാണ് അവിടെ കണ്ടിട്ടുണ്ടായിരുന്നത്. അത് ആക്ച്വലി പൂഷോം അതുപോലെ തന്നെ പൊബേഡയും കാർസ് ആയിരുന്നു. ഈ കാറുകളും കുറേയധികം ആൾക്കാർ ഫോട്ടോ എടുക്കാനൊക്കെ ഉണ്ടായിരുന്നു. അവർ ഓരോ പർപ്പസിന് വേണ്ടിയിട്ട് ഓരോ കാറാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. Inside the town, middle of Vietnam, to the middle of Vietnam. Yep, the south and the north side. That one is when Uncle Ho Chi Minh needs to have a meeting with the government. Yep, to discuss about the things we have to do in the future. He will stay there. And next to that, you will see a chair. That's kind of like a lying chair like this. That's the place where Uncle Ho Chi Minh used to take a nap. And then, if you have a children pay the visit here, yep, they will gather at that chair, and Uncle Ho Chi Minh will tell them a lot of stories, beautiful stories, and they can hear. Yep. ഈ ഒരു ലൊക്കേഷൻ കാണുമ്പോൾ നമുക്ക് തോന്നും നമ്മളുടെ പ്രകൃതി സ്നേഹം കുറഞ്ഞു പോയെന്ന്. കാരണം ഇവിടെ മരങ്ങളും ചെടികളും എല്ലാം അവർ ഒരുവിധം സംരക്ഷിച്ചിട്ടുണ്ട്. കാരണം അവിടുത്തെ ഒരു കൺസ്ട്രക്ഷൻ പ്ലാൻഡ് ആയിട്ടാണ് തോന്നിയത്. കാരണം എല്ലാവർക്കും ഈക്വൽ ഇമ്പോർട്ടൻസും കൺസിഡറേഷനും കൊടുത്തിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ സ്റ്റൈലും അവരുടെ ആ ഒരു സംരക്ഷണവും അവർക്ക് പ്രകൃതിയോടും മരങ്ങളോടും ചെടികളോടുള്ള ഇഷ്ടമൊക്കെ നമുക്ക് ആ ഒരു സംരക്ഷണ രീതി കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. ഇത് ആക്ച്വലി ഹോച്ചിമിൻ മൊസോളിയത്തിൻ്റെ ബാക്ക് സൈഡാണ്. അവിടെ നമുക്ക് കുറച്ചും കൂടി അടുത്ത് നിന്നിട്ട് ആ ബിൽഡിങ്ങും കൺസ്ട്രക്ഷൻ സ്റ്റൈലൊക്കെ കാണാവുന്നതാണ്. അതിനുശേഷം പുറത്തിറങ്ങുമ്പോൾ വീണ്ടും നമുക്കവിടെ കച്ചവടക്കാരൊക്കെ ഉണ്ടായിരുന്നു. അവിടെ കുറച്ച് ഈ ഹാനോയ് സിറ്റി ടൂർ ഇന്നത്തെ ദിവസം അവിടെ വളരെയധികം തിരക്കുണ്ടായിരുന്നു. കാരണം പുറം രാജ്യത്തു നിന്നുള്ള കുറേ അധികം ആളുകളുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ വിയറ്റ്നാമീസും വരുന്നുണ്ട്. കാരണം ഈ മൊസോളിയത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ വരുന്നത് ഇവിടുത്തെ മറ്റൊരു പഗോഡയാണ്. ഈ പഗോഡയാണ് 1 പില്ലർ പഗോഡ എന്നറിയപ്പെടുന്നത്. ഇതൊരു ചെറിയ പഗോഡയാണ്. ഒരു 1 പില്ലറിൽ ഉള്ള ഒരു പഗോഡയാണ്. ഇതിൻ്റെ ബാക്കിൽ ഒരു 1 പില്ലറേ ഉള്ളൂ.
അതും ഒരു ലോട്ടസിൻ്റെ സ്റ്റൈൽ വരുന്ന രീതിയിലാണ് ഈ പഗോഡ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് 1954 ഫ്രഞ്ച് ഇൻവേഡേഴ്സ് ഇത് തകർത്തതാണ്, പിന്നെ റീബിൽഡ് ചെയ്തതാണ്. But with me, I always use English for communicating with them, and they say, "Okay, go, 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 go." Okay, go, go, go. So that's mean if you can speak English fluently, same like local. ഈ സിറ്റിയിലുള്ള ടൂറിൽ ഏറ്റവും എന്നെ ആകർഷിച്ചത് ഒരു കാർ കമ്പനിയാണ്. അവരുടെ ലോഗോ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു കാർ കമ്പനി. അങ്ങനെയാണ് വിൻഫാസ്റ്റ് എന്ന് പറഞ്ഞ കാറിനെ പറ്റി ഞാൻ അറിയുന്നത്. അവിടുത്തെ 2017-18 ആ ടൈമിൽ അവരുടെ കൊണ്ടുവന്നിട്ടുള്ള ഒരു കമ്പനിയാണ് വിൻഫാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇലക്ട്രിക് കാർ മാനുഫാക്ചറിങ് കമ്പനിയാണ്. ഐ തിങ്ക് അവർ ഗ്ലോബലി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ഇന്ത്യയിലേക്ക് അവർ വരുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള കാർസാണ് വിൻഫാസ്റ്റിൻ്റെ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ മൂസോളിയൊക്കെ കണ്ടു. അതിനുശേഷം നമ്മൾ കുറച്ച് ട്രാവൽ ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ ട്രാവൽ ചെയ്ത് ഞങ്ങൾ ഇവിടെ ഒരു എക്സിബിഷൻ, ആക്ച്വലി ഇത് പെയിൻറ്റിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. പെയിൻറ്റിങ് അവരുടെ ആ പെയിൻറ്റിങ് തന്നെ അവരവിടെ സെല് ചെയ്യാനും വെച്ചിട്ടുണ്ട്. ഈ പെയിൻറ്റിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. റിയലി അമേസിങ് പെയിൻറ്റിംഗ് ആണ്. കാരണം അവിടെ മാസങ്ങളോളം ഇരുന്ന് അവർ ചെയ്ത് ഉണ്ടാക്കിയെടുക്കുന്ന പെയിൻറ്റിങ്സ് ആണത്. ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ കണ്ടിട്ടുണ്ടെങ്കിൽ വെറും നമ്മൾ വലിച്ചെറിയുന്ന മെറ്റീരിയലാണ്. അത് മുട്ടയുടെ തോടുകളാണ്. ആ ഷെൽസ് ഉപയോഗിച്ചിട്ടാണ് ഇവരിവിടെ പെയിൻറ്റിങ്സ് ചെയ്യുന്നത്. Look like this, and very smooth painting here. Okay, that's right. And here, second one, clear letter. Yeah, clear letter. 1 month for wood preparation, and 2 months later for decoration and calculated painting. ഇതിങ്ങനെ മാസങ്ങളോളം അവർ വർക്ക് ചെയ്തിട്ടാണ് ഈ മെറ്റീരിയലിന് ഈ ഒരു പരിവാക്കി എടുക്കുന്നത്. അങ്ങനെ ആ എക്സെൽസിലും അവർ കുറേയധികം വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ പെയിൻറ്റിങ്സിന് ഒരുവിധം നല്ല USD പ്രൈസ് ഉണ്ടായിരുന്നു. നമ്മളൊരു ഈവൻ ചെറിയൊരു ഐറ്റത്തിന് പോലും 25-30 ആ ഒരു റേഞ്ചിലായിരുന്നു USD വരുന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ ജസ്റ്റ് കണ്ടിട്ടുള്ളൂ. ഇതിൻ്റെ ഉള്ളിൽ കുറേയധികം പെയിൻറ്റിങ്സ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഫൈനലി ഞങ്ങൾ ഇവിടുത്തെ അടുത്ത സ്പോട്ടിലെത്തി. ഈ ടൂറിസ്റ്റ് ലൊക്കേഷനാണ് വിയറ്റ്നാം മ്യൂസിയം ഓഫ് എത്നോളജി എന്ന് പറഞ്ഞാൽ. നമ്മൾ വിയറ്റ്നാമിൽ റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള 54 എത്നിക് ഗ്രൂപ്പ്സിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളൊരു കൾച്ചറൽ മ്യൂസിയമാണ് ഈ വിയറ്റ്നാം മ്യൂസിയം ഓഫ് എത്നോളജി എന്ന് പറഞ്ഞാൽ. ഇവിടെ വിയറ്റ്നാമിൻ്റെ ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ഈ 54 റെക്കഗ്നൈസ്ഡ് എത്നിക് ഗ്രൂപ്പ്സിൻ്റെ ഫേഷ്യൽ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റും ആ ഒരു ബോർഡിലത്തെ പിക്ചേഴ്സ് കണ്ടിട്ടുണ്ടെങ്കിൽ. ആ പിക്ചേഴ്സിൽ ഓരോ ആളുകളുടെ പേരുകളും കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ കൾച്ചറൽ, പിന്നെ അവരുടെ ഡ്രസ്സ്, അവരുടെ ഫെസ്റ്റിവൽസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഓരോരോ രൂപങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ടു. ഇതിന് ശേഷം നമ്മൾ മ്യൂസിയം എത്തിയപ്പോഴേക്കും നമ്മൾക്ക് ഉച്ച നന്നായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. ലഞ്ചിൻ്റെ ടൈം ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ നന്നായിട്ട് വിശന്നിരിക്കുന്ന സമയമായിരുന്നു. അങ്ങനെ നേരെ ഞങ്ങൾ റെസ്റ്റോറൻറ്റിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്കും ഇതൊക്കെ ലഞ്ചൊക്കെ ഇൻക്ലൂഡഡ് ആയിരുന്നു. അവിടെ ചെന്നു അവർ നല്ല ലഞ്ചാണ് അവർ നമുക്ക് ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നത്. കുറേയധികം സാധനങ്ങളുണ്ടായിരുന്നു. പക്ഷേ എനിക്കതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവിടുത്തെ ഉണ്ടായിരുന്ന വൈറ്റ് റൈസും ഉണ്ടായിരുന്നു. പിന്നെ ഒരു ചിക്കൻ്റെ ഒരു ഡിഷും ഉണ്ടായിരുന്നു. ഹാനോയ് സിറ്റി ടൂറിൻ്റെ അടുത്ത ഡെസ്റ്റിനേഷൻ വരുന്നത് ദ ടെമ്പിൾ ഓഫ് ലിറ്ററേച്ചറാണ്. ടെമ്പിൾ ഓഫ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ഏൻഷ്യൻ്റ് യൂണിവേഴ്സിറ്റിയാണ്. ഏൻഷ്യൻ്റ് നാഷണൽ യൂണിവേഴ്സിറ്റി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇവർ അവിടുത്തെ ആർക്കിടെക്ചർ അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ പ്രിസർവ് ചെയ്ത് ഇപ്പോഴും വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഓരോ കോർട്ട്യാർഡ്സ് ആയിട്ടാണ് വരുന്നത്. ഫസ്റ്റ് കോർട്ട്യാർഡ്, സെക്കൻഡ് കോർട്ട്യാർഡ്, അങ്ങനെ 5 കോർട്ട്യാർഡ്സ് ആയിട്ടാണ് വരുന്നത്. ഫസ്റ്റ് കോർട്ട്യാർഡ് കടന്നതിന് ശേഷം നമുക്കിവിടെ ഗാർഡനൊക്കെ കാണാം. ഈ കോർട്ട്യാർഡാണ് ദ പവലിയൻ ഓഫ് കോൺസ്റ്റലേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ഭാഗം നമുക്ക് 100K വിയറ്റ്നാമീസ് ഡോങ്കിൻ്റെ നോട്ടിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് കാണാവുന്നതാണ്. അവരുടെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരു സിമ്പിളായിട്ട്, ഹാനോയുടെ സിമ്പിളായിട്ട് അവർ നോട്ടിൽ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞു ഓരോ കോർട്ട്യാർഡായിട്ടാണ്. ഈ ഒരു ഇത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഏറ്റവും അവസാനത്തെ 5th കോർട്ട്യാർഡാണ് ഇംപീരിയൽ അക്കാഡമി എന്ന് പറയുന്നത്. ഈ ഇംപീരിയൽ അക്കാഡമിയിലേക്ക് ഏറ്റവും അവസാനമാണ് എത്തുന്നത്. ഇവിടുത്തെ പരീക്ഷകളും കാര്യങ്ങളൊക്കെ പഠിച്ച് ജയിച്ച് ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ആളുകളാണ് ഇംപീരിയൽ അക്കാഡമിയിൽ അവിടെ പഠനം നടത്തുന്നത്. ഇവിടുത്തെ എത്നിക് കോണ്ടക്ട്, അതുപോലെ തന്നെ പൊളിറ്റിക്കൽ, അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ ഏറ്റവും അവസാനം അവിടെ എത്തിക്കുകയും അവർ കവിതകൾ എഴുതുന്നു, പഠിക്കുന്നു, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ഇംപീരിയൽ അക്കാഡമിയിലേക്ക് എത്താം.
ഫസ്റ്റ് ഈ പറഞ്ഞ മാതിരി നോബിൾ ഗ്രൂപ്പ്, അതുപോലെ തന്നെ അവിടുത്തെ പ്രഭുക്കന്മാർ, അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമായിരുന്നു ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാനുള്ള അവസരമൊക്കെ ഉണ്ടായിരുന്നത്. അറ്റ് ലാസ്റ്റ് അത് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കൊക്കെ അത് മാറിയിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ പുറകിൽ കുറേയധികം ഹിസ്റ്ററി, അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി കാര്യങ്ങൾ കൂടുതലുണ്ട്. അതൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു സ്പോട്ടും ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടുത്തെ ആർക്കിടെക്ചറൽ ഫീച്ചേഴ്സും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കാണാൻ പറ്റും. ഈ ഇമ്പീരിയൽ അക്കാഡമി ശരിക്കും പറഞ്ഞാൽ 2 ഫ്ലോറായിട്ട് വരുന്നത്. താഴെ ഇവിടെ അവരുടെ കൺഫ്യൂഷൻസും അവിടുത്തെ ആ ലീഡറിൻ്റെ, അവിടുത്തെ ആ ഒരു ടീച്ചറിൻ്റെ ഒരു റെപ്രസെൻറ്റേഷനും അവിടുത്തെ ഒരു പ്രാർത്ഥന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ മുകളിലുണ്ട്. അങ്ങനെ 2 ഫ്ലോറായിട്ടാണ് ഈ ഇമ്പീരിയൽ അക്കാഡമി ചെയ്തിരിക്കുന്നത്. ഹാനോയ് സിറ്റി ടൂറിൻ്റെ ഇന്നത്തെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ വന്നിട്ട് ഈ ഒരു പ്രിസൺ ആയിരുന്നു. മെയ്സൺ സെൻട്രൽ എന്ന് വിളിക്കുന്ന ഈ പ്രിസൺ ഇവിടുത്തെ ഒരു മ്യൂസിയമാണ്. ആക്ച്വലി ഇപ്പോൾ ഇതിനെ ഹോളോ പ്രിസൺ എന്നാണ് അറിയപ്പെടുന്നത്. വിയറ്റ്നാം ഫ്രഞ്ച് കോളനിയുടെ ഭാഗം, ഫ്രഞ്ച് ഇൻഡോ ചൈനയുടെ ഭാഗമായിരുന്ന സമയത്തായിരുന്നു ഈ പ്രിസൺ ഫ്രഞ്ചുകാർ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. അവിടുത്തെ പ്രിസണിൽ അവിടുത്തെ ആളുകളെ എത്രത്തോളം ക്രൂരമായിട്ടായിരുന്നു പീഡിപ്പിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് നമുക്കിപ്പോൾ അവിടുത്തെ മ്യൂസിയത്തിൽ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അവരുടെ കാലുകളൊക്കെ ഇരുമ്പിൻ്റെ ഒരു കവറിങ് കൊടുത്തിട്ട് ലോക്ക്ഡ് ആയിരുന്നു. അതിൽ നിന്നും രക്ഷപ്പെട്ടു പോയിട്ട് നമ്മൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിച്ചവരുണ്ടായിരുന്നു. ഇവിടുത്തെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിച്ച രാഷ്ട്രീയ ആളുകളെയാണ് ഇവിടെ പ്രിസണിൽ ഫ്രഞ്ചുകാരൊക്കെ അവരെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം കുറേയധികം കാര്യങ്ങളുണ്ട്. അവിടെ നമ്മൾ കഴുത്തറുത്ത് കൊല്ലുന്ന രീതികളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു ആ മ്യൂസിയത്തിൽ. അങ്ങനെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്രിസണിന് കുറേയധികം കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഹാനോയ് സിറ്റി ടൂർ ഈ ഒരു പ്രിസണോടുകൂടി അവസാനിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം വളരെ അടിപൊളിയായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹിസ്റ്ററി ഇഷ്ടപ്പെടുന്നവർക്കായിരിക്കും കൂടുതൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുക. എനിവേ, അപ്പോൾ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻസ് ഒക്കെ അറിയിക്കുക. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു ലെങ്തി വീഡിയോ ആയിട്ട് We are very close to the end of the tour, so I need to represent for Cozy Vietnam to say thank you with everybody. Thank you so much, ladies and gentlemen, for joining with us today, for trusting us and giving us a chance to serve everybody on your wonderful tour. It's our pleasure to serve, and I'm very happy to lead everybody today. Thank you so much. Thank you very much. Thank you, everybody.